ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ലാസ്റ്റ് ഡേ ഇൻ ലാസ് വെഗാസ്. നമ്മൾ നാളെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫേമസ് ആയിട്ടൊരു വെനീഷ്യൻ കനാലുണ്ട്. സോ അത് കാണാൻ പോകുമായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ബുഫറ്റ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ബുഫറ്റ് ബുക്ക് ചെയ്യണം, കാരണം വെറൈറ്റി ഓഫ് ഫുഡ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിന്നൊരു ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ബുഫറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പം അതിനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് പോയാൽ മതിയാവും. കുറച്ച് ഒരു 5 മണി ഒരു 5 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ പോയാൽ മതിയാവും. കാരണം ആ സമയത്തായിരിക്കും ലൈറ്റൊക്കെ വന്നിട്ടൊന്ന് അടിപൊളിയാവുക. അപ്പം നമുക്ക് നേരെ എന്നാൽ ബുഫറ്റിന് പോവല്ലേ? എന്നാൽ പോവാം. പേഴ്സൊക്കെ എടുത്തില്ലേ? വാച്ച് എടുക്കില്ല? ഓക്കെ, എന്നാ കേട്ടോ. ഇറങ്ങ് സൗദ. അത് ശരി, ലാസ്റ്റ് മിനിറ്റ്. പിന്നെ അവസാനം ലേറ്റ് ആക്കി ഞാൻ പറയരുത് കേട്ടോ. അതേ ടൈം ഇപ്പം എത്രയായി? 12:28 വാടാ. ശരി, ഞാൻ പറഞ്ഞു പോയത് വെറുതെ ഒന്ന് വാ. ഇറങ്ങ് ചെയ്യോ? കണ്ട, ലേറ്റ് ആവുന്നതിൻ്റെ പ്രധാന കാരണം. എന്നങ്ങോട്ട് വാ, ഇറങ്ങ. കഴിഞ്ഞാ? ഇറങ്ങ. ഓക്കെ. അയ്യോ, കാർഡെടുത്തില്ല. ഫുഡടിക്കാൻ പോകുന്ന തിരക്കില് കാർഡ്, അതായത് റൂമിൻ്റെ ആക്സസ് കാർഡ് ഉള്ളിൽ വെച്ചിട്ട് പൊട്ടിപ്പോയി. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് റിസപ്ഷനിൽ പോയിട്ട് ചോദിക്കണം ഒരു കീ തരുമെന്ന്. വേറെ ഒന്നും എടുക്കാനൊന്നും മറന്നില്ലല്ലോ? അല്ല, താഴോട്ട് പോകാൻ കുഴപ്പമില്ല. പക്ഷെ ലിഫ്റ്റിൽ കയറണമെങ്കിൽ നമുക്ക് ആക്സസ് കാർഡ് വേണം. വാലറ്റുണ്ട്, പക്ഷെ ലിഫ്റ്റിൽ തിരിച്ച് കയറണമെങ്കിൽ നമുക്ക് ആക്സസ് കാർഡ് വേണമല്ലോ. താഴത്ത് കിട്ടുമായിരിക്കും. ഓക്കെ ഓക്കെ, എന്തായാലും പോവാ. അതെ, ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. ബസ് വരണം. തൊട്ടടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. പക്ഷേ നടന്നു പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കാരണേ അങ്ങനെ നടന്നു പോകാൻ പറ്റില്ല. സോ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏത്? അതാ ഈ വ്യൂ ആട്ടോ നമ്മൾ കാണുന്നത്. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ റൂം വരുന്നുണ്ടോ? ബസ് ഇല്ലല്ലോ. വിശക്കുന്നുണ്ടല്ലോ. വിശക്കുന്നുണ്ട് കേട്ടോ. ഒരു വിൻറ്റേജ് കാർ. ഓക്കെ, നൈസ്, അടിപൊളിയേ. വരുന്നുണ്ടോ ബസ്? ഇല്ല, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വേണ്ടായിരിക്കും ബസ് വരിക. ഓക്കെ, അങ്ങനെ എത്ര പെട്ടെന്നാണ് ദിവസം കഴിഞ്ഞത്. 5 ദിവസം പട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നാളെ രാവിലെ 10:30 നമ്മുടെ ഫ്ലൈറ്റ്. എന്നിട്ട് വൈകുന്നേരം ഒരു 5 മണി 5:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ അർക്കൻസ് എത്തും. അപ്പോൾ സുഹിത്താറിനെ വിളിക്കണം. സുഹിത്താട്ടൻ പോയിട്ട് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യണ്ടാവും. മറ്റന്നാൾ പോയി പണിയെടുക്കട്ടെ. അതാണ് കുഴപ്പമില്ല. വ്യാഴം വെള്ളിയും കൂടിയേ ഉള്ളൂ പണി. അത് കഴിഞ്ഞാൽ വീണ്ടും ശനി ഞായറായല്ലോ. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാം. പിന്നല്ല, ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ പോയിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാലേ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് അല്ലേ? കാറില്ല. ദേ ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ് എടുക്കുന്നു. മുന്നിൽ സൈക്കിളൊക്കെ. ഇവിടെ ശരിയാ. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഇവിടെ തന്നെ വെക്കാം. അടുത്ത ഷോപ്പിലല്ലേ ഇറങ്ങുള്ളൂ. കണ്ടോ, നേരത്തെ സൈക്കിള് ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ മുന്നിൽ വെച്ചിട്ട് സ്ഥലത്തുമ്പോൾ എടുത്തും കൂടെ വെക്കാം കേട്ടോ. അത് കൊള്ളാം, നൈസ്. നമ്മൾ
നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. ഇനി ഇങ്ങോട്ട് മാപ്പ് ഇടുമോ? ഏത് വഴി? ഇതിൻ്റെ ഉള്ളിലല്ലേ? ഓ, കോസ്മോപൊളിറ്റീൻ്റെ ഉള്ളിലാണോ? ഓക്കെ, പ്രശ്നമില്ല. ഇതിൻ്റെ നേരെ ഈ ഒരു ബിൽഡിങ്ങിലാട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ്. അമ്മേ, എവിടെ ചെന്നാൽ ഈ കാസിനോ ഇത് കണ്ട് മടുത്ത്. നല്ല അടിപൊളി. ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു ഫേമസ് റെസ്റ്റോറൻ്റാണ്, ഷാൻലിയർ റെസ്റ്റോറൻറ്റ്. ഇത് നോക്കിയേ, ഫുൾ ഓഫ് ഷാൻലിയേഴ്സും പിന്നെ ലൈറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? വാവ്. ഒരു മണിക്കല്ലേ ഇത്? 12:45. ആ, അടിപൊളി. ഇവിടെ എന്താ നോക്കാൻ ഒപ്പിട്ടില്ല? ഓ, അത് ശരി. ഓക്കെ, അടിപൊളി. നല്ലൊരു കിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാം. പക്ഷേ ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവാണ്. ബുഫറ്റ് ഇല്ലെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നില്ലേ? ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ ബുഫറ്റ് ഇല്ലെങ്കിൽ? ബുഫറ്റേ ഇല്ലേ? ഓ, അപ്പം എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മുടെ ഇത് എത്തി കേട്ടോ, റെസ്റ്റോറൻറ്റ് എത്തി. നമ്മളിനി റിസർവേഷൻ സൈഡിലേക്ക് പോയി നോക്കാം. ഓ, ഇവിടെ നല്ല ക്യൂ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഫേമസ് സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? യെസ്. ഓ, റിസർവേഷൻ ഇല്ലെങ്കിൽ ഇത് നമ്മൾ അങ്ങനെ ക്യൂ നിൽക്കണം കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റിസർവ് ചെയ്തിട്ട് വന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് നീ എങ്ങനെ കണ്ടുപിടിച്ച് ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്? ആ, ബൈ ദ വേ പറയാൻ മറന്നുപോയി, ഈ ഒരു ട്രിപ്പിൻ്റെ ഫുൾ കോർഡിനേറ്റർ അപർണയാണ്. ഞാനായിട്ടൊരു ബന്ധമില്ല. ബിക്കോസ് നമ്മൾ പണ്ടത്തെ ട്രിപ്പൊക്കെ കൂടുതൽ അതിന് മുൻകൈ എടുത്തത് ഞാനായിരുന്നു. ഇന്റർനാഷണൽ ട്രിപ്പിന് വലിയ ഐഡിയ ഇല്ലാത്തതല്ല. എനിക്ക് ഈ ലാസ് വേഗാസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരാൻ എനിക്ക് പൊതുവേ താല്പര്യമില്ല. പക്ഷേ ഇഷ്ടമാണ്. സത്യം പറയാൻ എന്താ, മലയും കുന്നും മാത്രമല്ല, എനിക്ക് കുറച്ച് സമാധാനം, ആൾക്കാരൊക്കെ ഒന്ന് കുറഞ്ഞ് പീസ്ഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ എക്സ്പീരിയൻസിന് അത് ഇൻട്രസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലുള്ള ആൾ അപർണ ആയതുകൊണ്ട് അവളാണ് ഈ ഒരു ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ. എവിടെയൊക്കെ പോകണം, എന്തൊക്കെ, ഇവിടുത്തെ ഫുൾ ലിസ്റ്റ് ഉണ്ടാക്കിയത് അവളാണ്. സോ ഈ ഫുഡ് അടിപൊളിയായ ഒരു സമ്മാനം വാങ്ങിച്ചു തരാം. ഇല്ലെങ്കിൽ എന്താ തിന്നും, അതന്നെ. വേറെ എന്ത് ചെയ്യാനാ, പൈസ കൊടുത്ത് പോയില്ലേ? മൾട്ടിപ്പിൾ ആ, ജാപ്പനീസിൻ്റെ എന്തെങ്കിലും ഉണ്ട് കഴിക്കണം. കാരണം എന്താ അറിയോ, ഏഷ്യനിൽ നമ്മൾ സാധനം വരുമോ? മലബാർ ദം ബിരിയാണി വരുമോ? ഞാനൊക്കെ എന്തിനാ ലിഷ അതെങ്കിലും അത്. കാരണം എന്താ അറിയോ, കുറേ ദിവസമായി ഇപ്പോൾ ഈ ബർഗറും തേങ്ങ കഴിച്ച് എനിക്ക് മടുത്ത്. നാടൻ എടാ, സത്യം പറയാലോ, എനിക്ക് എൻ്റെ നാടൊക്കെ തന്നെ എനിക്കിഷ്ടം. ഉള്ള പറയാലോ. അല്ല, ചോറും മീൻ കറിൻ്റെ അല്ല, അല്ല അത് അങ്ങനെയല്ല. എന്താ പറയുക, റൂട്ട് തന്നെയാണല്ലോ. ഇന്ത്യയിലില്ലാത്ത എന്ത് സ്ഥലമാണ് അവിടെ ഉള്ളത്? പറ. നമുക്കവിടെ ഇല്ലേ? നമുക്കവിടെ മറ്റേ ഗോവ ഇല്ലേ? ആ, അതന്നെ, കാസിനോ അല്ല. ഗോവയിൽ ഇഷ്ടം പോലെ കാസിനോ ഉണ്ട്. അതാ പറഞ്ഞ, ഈ പറഞ്ഞ എല്ലാ സംഭവവും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഒരു ഫുൾ പാക്കാണ്. അല്ല, എനിക്ക് ബാധിക്കുന്നതുകൊണ്ട് പറഞ്ഞാ വേണ്ട നീ. ആ, എന്തായാലും റിസർവേഷൻ. സോറി, ടൈം ഉണ്ട് അതിന്? എത്ര 1 ഹവറിനുള്ളിൽ ഫുഡ് കഴിച്ച് കഴിക്കണം? 90 മിനിറ്റ്. ആ,
ഒരു ഫുട്ബോൾ കളി കഴിയുന്ന ടൈം സെറ്റ്. സോ ഗൈസ്, നമ്മളങ്ങനെ തുടക്കം തന്നെ ഏഷ്യൻ കുസിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അപർണ എടുക്കുന്നതൊന്നും ഞാൻ എടുക്കില്ല, ഞാൻ എടുക്കുന്നതൊന്നും അവൾ എടുക്കില്ല. കാരണം നമുക്ക് 2 പേർക്ക് ഇത് ട്രൈ ചെയ്യണം. എന്തൊക്കെ എടുത്ത് അപർണ ഒന്ന് പറയുമോ? ഇതെന്തോ എഗ്ഗിൻ്റെ ആണെന്നറിയാം. ഇത് പോർക്ക്, ഇത് പോർക്കാണ്, ഇതും പോർക്ക് തന്നെയാണ്. ഷ്രിമ്പ്, ഇത് 2 സുഷി, ഇതെന്ത് റോൾ അറിയോ? എഗ് റോള്. ചിക്കൻ്റെ എന്തോ, ഇത് 2 സൂഷി 2 സൂഷി അല്ലേ? ഓക്കെ, അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഇഷ്ടപ്പെട്ടോ? അമ്പോ, അടിപൊളി. എഗ്ഗിൻ്റെ എന്തൊരു സംഭവം കേട്ടോ, പക്ഷേ കിടിലൻ ടേസ്റ്റ്. ഇച്ചിരി എനിക്ക് തരുമോ? ഞാൻ അടുത്ത പ്രാവശ്യം മുമ്പ് ഒന്നും കൂടി എടുക്കുന്നത്. താങ്ക് യു. ട്രൈ ചെയ്ത് നോക്കട്ടെ ഒന്നും കൂടി. ഒരു ഇച്ചിരി എരിവ്, മധുരം, പുളി ഒക്കെ കൂടിയുള്ളൊരു സാധനം. കൊള്ളാം കേട്ടോ. ഇതോ, എനിക്ക് വ്ളോഗ് ചെയ്യാനോ ഒക്കെ കൂടി മുറിക്കാനൊന്നും പറ്റില്ല. ഒരാളെയും കൂടി വിളിച്ചാൽ മതിയായിരുന്നു. നമുക്ക് അപ്പോൾ കുട്ടീനെ വിളിച്ചാലോ? അപ്പം കുട്ടീനെ വിളിച്ചാലോ? അപ്പോഴൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും എന്തൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ട്? എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പോർക്ക? അയ്യോ, അടിപൊളി. പോർക്കിൻ്റെ ഒരു ഐറ്റാട്ടോ കഴിച്ചേ. ഇത് പോർക്കും പിന്നെ വേറെ എന്തോ കൂടി മിക്സ് ചെയ്ത സാധനം കേട്ടോ. അതെ കണ്ടോ, ഇതൊരു മിക്സ് ചെയ്ത സാധനമാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റ്. ഇത് അത് സോസിനകത്ത് നോക്കിയിട്ട് കല്ലുമ്മക്കായ എനിക്ക് കഴിക്കണം. ഇത് കഴിച്ചിട്ട് വയറുവേദന ആയോ പണി. എനിക്ക് കോഴിക്കോട് വെച്ച് കഴിച്ചിട്ടേ വയറുവേദന വന്നിട്ടുണ്ട്. ഓ, ഞാൻ ലോക്കൽ ഭാഷ നിർത്തി ഇൻ്റർനാഷണൽ ഭാഷ സംസാരിക്കണോ? ഓക്കെ, നോ പ്രോബ്ലം. അല്ല, എൻ്റെ മുഖഭാവം കണ്ടപ്പോഴേ കഴിക്ക് കാണണം എനിക്കത്. എന്തോ പാളി പോയിന്റ് കേട്ടോ മുഖഭാവം കണ്ടിട്ട്. ആ, മസാല ഉണ്ടോ? മസാല എടുക്കുമോ? ഇതെന്താ ഇത്, പോർക്കളോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, വാളും ബൈജിയും ഒക്കെ ഉണ്ടല്ലോ. അല്ല, എടുക്ക് കഴിക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്കൊന്ന്. ആ ചിക്കനാ? നമുക്ക് ഈ കൈ കൊണ്ടുള്ള പരിപാടിയാണ് നടക്കുള്ളൂ. അടുത്ത് നമ്മൾ എടുത്തേക്കുന്നത് എന്തായിരുന്നു? വെജ് ഫ്രൈഡ് റൈസ്, സാൽമൺ, സ്ക്രാമ്പിൾഡ് എഗ്, പിന്നെ സൂഷിയും കൂടി ഞാൻ പോയി എടുത്ത കേട്ടോ. ഇത് പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം ഇതേ ഇരിക്കണം. ഇതെന്താ സാധനം മോളെ? ഇത് എന്ത് ജീവി? ഞണ്ടോ? ഇത് ഏത് ഞണ്ടോ? അത്ര വലിയ ഞണ്ട്. ഇത് എങ്ങനെ പൊട്ടിക്കും? അതൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളത്തെ സാധനമൊക്കെ എടുക്കാറിയോ? പൊന്നെ, അങ്ങനെയല്ല, തിരിച്ച് ഉള്ളു കൂടി ഇട്. ആ, ഈശ്വര, പൊട്ടിക്കാൻ എന്നോട് പറയരുത്. ഞാൻ നിന്റെ സ്വന്തം റിസ്കിലാണ് ഇതെടുത്ത്. ക്യാമറേൻ്റെ അടുത്തേക്ക് കാണിക്കണേ. ക്യാമറേൻ്റെ ലെൻസിലേക്ക്, എൻ്റെ മുഖത്തേക്ക് അല്ല. ക്യാമറ ലെൻസിൻ്റെ അടുത്തേക്ക്. ആ, പക്ഷേ അടിപൊളി. ഒരു കഷ്ണം തരുമോ? ഒരു കഷ്ണം കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. എന്നിട്ട് ഇവിടെ വെക്ക്, ടേസ്റ്റ് ചെയ്യട്ടോ.
കിട്ടില്ല ടേസ്റ്റ്. നമ്മളിത് അടുത്തത് ലാമ്പ്, പോർക്ക്, പിന്നെ അത് ബീഫിൻ്റെ എന്തോ സംഭവം. ഇത് പ്രോൺസിൻ്റെത്. പ്രോൺസ് അല്ലത്? പ്രോൺസ് ആണ്. ഇതോ എന്താ? ബിസ്ക്കറ്റ്. ഓക്കെ ഓക്കെ. സോസേജ്, ക്രീമി സ്പിനച്ച്, ഇത് ഫ്രഞ്ച് ടോസ്റ്റ്. എന്തായാലും പൊതുവേ എനിക്ക് തോന്നുന്നു എല്ലാം ഒരുവിധം കൊള്ളാമെന്നുള്ളത്. ഇനി കൂടുതൽ എല്ലാ വീഡിയോ എല്ലാം ഞങ്ങൾ തിന്നുന്നത് കാണിച്ച് വെറുപ്പിക്കുന്നില്ല അല്ലേ? എന്തായാലും ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നാളെ പറയാം. ഒരു രക്ഷയില്ല ടേസ്റ്റ് കേട്ടോ, അതൊന്നും പറയാതിരിക്കാൻ വയ്യ. മൊത്തം കഴിക്കട്ടെ കേട്ടോ. മൊത്തം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഇറങ്ങാം. മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ. നമ്മുടെ ബുഫറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ബെലാജിയോയിൽ ഒരു ചോക്ലേറ്റ് ഫൗണ്ടെയിൻ കണ്ടു കേട്ടോ. അതെ, ഇതിനിവിടെ നോക്കിയപ്പോൾ ഇവിടെ ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ട്, വേൾഡ് ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫൗണ്ടെയിൻ ആയിട്ട്. എൻ്റെ മോനെ 500 അടി സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പിംഗ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നോക്കി, എൻ്റെ മുകളിൽ വരുന്നത്. ഓ നൈസ്, കൊള്ളാം ഗായ്സ്. അങ്ങനെ നമ്മളിത് ഇവിടുത്തെ വെനീഷ്യൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് വെനീഷ്യൻ കനാലും പിന്നെ ആ ഒരു ആർട്ടിഫിഷ്യൽ സ്കൈയും ഒക്കെ ഉള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണാൻ പറ്റും. ഇതേപോലെ ഉള്ള കനാലുകളായിരിക്കും ഉള്ളിൽ കൂടിയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഓ ഇതിൽ കയറാം, ഇതിലായിരിക്കും. വാ. എന്താ? ഓ അതിലാണ്. ഓക്കെ ഓക്കെ, അതിലായാലും മെയിൻ എൻട്രൻസ്. ഓക്കെ, പോയി നോക്കാം. ഇത് കണ്ടോ, ബോട്ട് റൈഡ് പോകുന്നുണ്ടോ? ഈ ഒരു കനാൽ ഇങ്ങനെ പോയി പാലത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഇങ്ങനെ കനാൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഈ ബോട്ട് ഇങ്ങനെ പോകട്ടോ. ശരിക്കും വീനീസിൽ പോയാൽ മതിയില്ലേ? വീനീസിൽ പോയിട്ടോ നീ മുന്നേ? മീനുണ്ട് ഇതിനകത്ത്, ടിപ്പിക്കൽ മലയാളി. അപ്പോൾ അതെ ഇങ്ങനെ പോകാട്ടോ. നമുക്ക് ഇങ്ങനെ ഇതായി ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകും. അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് ഇങ്ങനെ പോകട്ടോ. ആ അടിപൊളി. ഞങ്ങളിത് അവസാനം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ടോ. എൻ്റെ മോനെ കിട്ടില്ല. ഓ ഓക്കെ, എൻ്റെ മോനെ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോണ്ടല്ലോ. ഓ ഇതിൻ്റെ സീലിംഗ് ഒക്കെ നോക്കി ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മറ്റേ ലാസ്റ്റ് സപ്പറല്ലേ? ലാസ്റ്റ് സപ്പറാണോ? അങ്ങനത്തെ എന്തോ കേട്ടോ, അതെന്താണെന്ന് അറിയില്ല. അത് അറിയുന്നവരെന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് പറയാം കേട്ടോ. ഓ അടിപൊളി, ഒരു വിൻറ്റേജ് ലുക്കല്ലേ മൊത്തത്തിൽ, കിഡിലും. ആഹാ, ഓ ഇതിൻ്റെ ഉള്ളിൽ വരാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നഷ്ടമായി പോയനെ. വാവ്, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏത് ഹോട്ടലിൽ വേണമെങ്കിലും ചാടിക്കയറി പോകാം, നമുക്ക് കാഴ്ചകൾ കാണാം.
ഇതിൻ്റെ ഉള്ളിലൊക്കെ മറ്റേ ഷോപ്പ് ഇതിലുള്ള പോലെ തന്നെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതേ ഇപ്പോൾ മൊത്തം ഒരു വിൻറ്റേജ് ടച്ചാണ് എല്ലാത്തിനും. നോക്കി മരം കൊണ്ടാണ് ഈ സാധനം, മരത്തിൻ്റെ ഒരു ടെക്സ്ചർ അടിപൊളിയല്ലേ? എന്താ കമ്മലോ? ശരിയാ. പിന്നെന്താ? ഓ ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. എന്താ അറിയോ? ഇത് കണ്ടോ? ഈ സംഭവം ആർട്ടിഫിഷ്യൽ സ്കൈ ആണ് കണ്ടോ? അതെ, വെനീസിൻ്റെ സ്ട്രീറ്റിൽ അതേ തന്നെ ആർട്ടിഫിഷ്യൽ സ്കൈ മുകളിൽ സ്ക്രീനാട്ടോ. നമ്മൾ ഇന്നലെ മറ്റേ ഫ്രീമോൺ സ്ട്രീറ്റിൽ പോയില്ലേ, അതേപോലെ മുകളിൽ ആർട്ടിഫിഷ്യൽ സ്കൈ മൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ? ഓക്കെ, വാവ്, അടിപൊളി. വെനീസിൻ്റെ സ്ട്രീറ്റ് എങ്ങനെയാണോ അതേപോലെ റെപ്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആഹാ, അടിപൊളി. ഇവിടെ നിന്ന് രാത്രി ആയത് അറിയില്ലല്ലോ. ഇവിടെ എപ്പോഴും അതെ ഈ ഒരു ഈവനിങ് മൂഡാട്ടോ. അടിപൊളി അടിപൊളി. അതാണ് ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ കനാൽ അങ്ങനെ പോകുന്നുണ്ട്. സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റും ബാറും കസിനോസും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നോക്കിയേ, മുകളിൽ നോക്കിയേ, കൈ, വാ, അടിപൊളി. നമുക്കിത് ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ. കനാലിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചിട്ട് ഉണ്ടോ, തൊട്ടടുത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ എന്നാൽ നോക്കട്ടെ, വിശക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷോപ്പിംഗ് മാളാണ്. ഒരു ഹോട്ടലാണ് അത് പറഞ്ഞേ, ഒരു ഹോട്ടലാണ്. ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ മീൻ ഹോട്ടൽ ഭയങ്കരമായിട്ട് ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് ഇതിൻ്റെ അകത്ത് കണ്ടോ, കുറേ നാണയങ്ങളും കുറേ നോട്ടുകളൊക്കെ. ഓരോരുത്തർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷ് പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇടുക ചെയ്യുക. അവരുടെ വിശ്വാസപ്രകാരം അത് ഇങ്ങനെ ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ച മുകളിൽ സ്ക്രീൻ അയക്കുന്നു കേട്ടോ. സംഭവം എന്താ അറിയോ, നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നതാണ്. ഇല്യൂഷനാട്ടോ അത്. സംഭവം ഇല്ല, അത് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ലൈറ്റ് വെച്ചതാണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്ക്രീനല്ല. നമുക്ക് പക്ഷെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ഇല്യൂഷനാണത്. കാരണം ഇപ്പം ഇരിക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്നില്ല, കണ്ട അതേപോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. ഭയങ്കര തിരക്കാണ് ഇവിടെ ഇപ്പോൾ. ഫുഡ് കഴിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സീനായിരിക്കും. കാരണം നല്ല വെയിറ്റിംഗ് ആണ്. എല്ലാ റെസ്റ്റോറൻറ്റിലും ഭയങ്കര തിരക്കാണ്. അപ്പം ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലേറ്റ് വന്നു. അപ്പോൾ നമുക്ക് നാളെ പോകാനുണ്ടല്ലോ, അപ്പോൾ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് പോയിട്ട് എന്തെങ്കിലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും കുടിക്കണം. ഭയങ്കര ദാഹമുണ്ട്. അവരാണ് കുറേ നേരമായി ലെമൺ ടീ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കിട്ടിയില്ലല്ലോ ലെമൺ ടീ. അതാ സോ ഗൈസ്, അങ്ങനെ നമ്മളിതേ തിരിച്ച് റൂമിലെത്തി. ഇനിയിപ്പം നാളത്തേക്ക് ഉള്ള പാക്കിംഗ് ആണ്.
മൊത്തം വലിച്ചു വാരിയിട്ടതാണ്. വന്നു കഴിഞ്ഞ് ഒരു 5 ദിവസം ഉണ്ടല്ലോ ചോദിച്ചിട്ട് മൊത്തം നമ്മുടെ സ്വന്തം സ്ഥലമാണല്ലോ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം. അപ്പോൾ നാളെ രാവിലെ നമുക്ക് 10:30ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം ഇവിടുന്ന് നേരെ 10:30ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആർക്കൻസിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേ എത്തും. അപ്പം ഈ ഒരു ലാസ് വേഗാസ് സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു യാത്രയായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും സ്റ്റേ ട്യൂൺ. ബൈ.